ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ത്രീ ഫേസിൻ്റെ കണക്ഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ ടി പി എൻ ഡി ബി, അതായത് സെലക്ടർ ഇല്ലാത്ത ടൈപ്പ് ഡി ബി നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ടി പി എൻ്റെ കണക്ഷൻസ് എങ്ങനെയാണെന്ന് നോക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ജനറേറ്റർ കൂടി കണക്ട് ചെയ്യുന്ന രീതിയിൽ എങ്ങനെയാണ്. ആദ്യമേ തന്നെ നമ്മൾ കൊടുത്തിരിക്കുന്നത് സെലക്ടർ ഉള്ള ടൈപ്പ് ഐസൊലേറ്ററാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ജനറേറ്ററിനും KCBക്കും വേണ്ടി സെപ്പറേറ്റ് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സെലക്ടർ ടൈപ്പാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അത് നമ്മൾ ആദ്യമേ തന്നെ കൊടുത്തിരിക്കുന്നത് ചേഞ്ച് ഓവറാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ അകത്ത് നമുക്ക് ആദ്യമേ തന്നെ KCBയുടെ കണക്ഷൻ കൊടുത്തു. അടുത്തത് നമുക്ക് ജനറേറ്ററിൻ്റെ ഓപ്ഷൻ കൂടി കൊടുത്തു. അപ്പോൾ നമുക്ക് ഇത് ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാവുന്ന രീതിയിലുള്ള സെലക്ടർ ടൈപ്പ്, അതായത് ചേഞ്ച് ഓവറാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്, ഐസൊലേറ്റർ കൊടുത്തിരിക്കുന്നത്. ഐസൊലേറ്റർ 3 സ്റ്റെപ്പാണ് വരുന്നത്. അത് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്ന് ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് നമുക്ക് ഈ ചേഞ്ച് ഓവറിൻ്റെയൊക്കെ നമുക്ക് ഈ ജനറേറ്ററും അത് KCB എങ്ങനെ മാറ്റിയെടുക്കാമെന്ന് കറക്റ്റായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തൊട്ട് മുന്നത്തെ വീഡിയോ ആണ്, നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അപ്പോൾ അതിനുശേഷം നമുക്ക് ഇതിലേക്ക് വരുന്ന ഔട്ട് നേരെ വരുന്നത് ഫേസ് 3 ഫേസാണ് വരുന്നത്. RYB എന്ന് പറയുന്നത് 3 ഫേസ് വന്നു. അതിൻ്റെ ഔട്ടാണെങ്കിൽ കണ്ടോ, അതിൻ്റെ ഔട്ട് RYB 3 കൊടുത്തു, പിന്നെ ന്യൂട്രൽ കൂടി കൊടുത്തു. ന്യൂട്രൽ ഔട്ട് വന്നു. ഇനി നേരെ വരുന്നത് ഈ ഐസൊലേറ്ററിൽ നിന്ന് നേരെ വരുന്നത് RCCBയിലേക്കാണ് വരുന്നത്. RCCB നേരെ കൊടുത്തിരിക്കുന്നത് താഴത്താണ് കൊടുത്തിരിക്കുന്നത്. RYB ന്യൂട്രൽ കൂടി കൊടുത്തു. പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ RYB എൻ്റെ ഔട്ട് വരുന്നുണ്ട്. ന്യൂട്രൽ കോമൺ ആയിട്ട് എടുത്ത് നേരെ ന്യൂട്രലിൻ്റെ ഒരു ബാറുണ്ട്, ബാറിലേക്കാണ് കൊടുത്തത്, ഉണ്ടാകും ന്യൂട്രൽ ബാർ. പിന്നെ വരുന്ന ഓരോ ഫേസുകളും ഓരോ സെക്ഷനിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. RB എന്ന് പറയുന്ന ഒരു ഫേസിലേക്ക് വരുന്ന ആദ്യം 2 MCB ആണ് കൊടുത്തത്. അത് പവർ ലൈൻ ആയതുകൊണ്ട് സെപ്പറേറ്റ് കൊടുത്തു. അടുത്ത Y എന്ന് പറയുന്ന സെക്ഷൻ നമ്മൾ ഒരു 4 MCB വരുന്ന ഏരിയ ഉണ്ട്, 4 MCBയിലേക്ക് ലിങ്ക് ചെയ്ത് കൊടുത്തു. അടുത്ത ബ്ലൂ എന്ന് പറയുന്ന അതിലേക്ക് നമുക്ക് ഒരു 4 MCB വരുന്നുണ്ട്, അതിലേക്ക് 4 കൊടുത്തു. അപ്പോൾ ഇത് കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് RYB എന്ന് പറയുന്ന 3 ഫേസ് നമ്മൾ സെപ്പറേറ്റ് MCBകളിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 3 ഫേസ് നമുക്ക് എപ്പോഴും ഉണ്ടാകുന്ന ഏരിയകളിൽ മാത്രമേ നമുക്ക് ഇത് നടക്കുകയുള്ളൂ. അപ്പോൾ ഏതെങ്കിലും ഒരു ഫേസ് എപ്പോഴും കറണ്ട് കാര്യങ്ങളൊക്കെ കട്ടാവുന്ന ഏരിയകളാണെങ്കിൽ നമുക്ക് ഈ TPN DB ഉപയോഗിക്കാൻ പറ്റില്ല, സെലക്ടർ ടൈപ്പ് ഉപയോഗിക്കേണ്ടി വരും. പക്ഷേ ഇൻഡസ്ട്രിയൽ പർപ്പസിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇൻഡസ്ട്രിയൽ പർപ്പസ് കൂടുതൽ ഉപയോഗിക്കുന്നത് TPN DB. ആ സെലക്ടർ ഇല്ലാത്ത ടൈപ്പ് DB ആണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഒരു ഡ്രോബാക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ലൈൻ കംപ്ലൈൻറ്റ് ആയി കഴിഞ്ഞാൽ ആ സെക്ഷനിൽ കംപ്ലീറ്റ് കറണ്ട് ഉണ്ടാവില്ല. അതായത് ഇപ്പോൾ നമ്മുടെ രണ്ട് സ്ഥലങ്ങളിലാണെങ്കിൽ 2 ഷോപ്പ് ഉണ്ടെങ്കിൽ ഒരു ഷോപ്പിൽ തന്നെ ഒരു ഏരിയ അടുത്ത ഏരിയ നമ്മൾ സെപ്പറേറ്റ് TPN DBയിൽ മാറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സെക്ഷനിൽ കറണ്ട് ഉണ്ടാവും, അടുത്ത ലൈൻ ഇല്ലെങ്കിൽ ആ ലൈനിൽ കറണ്ട് ഉണ്ടാവില്ല. ഇതാണ് ഇതിൻ്റെ ഡ്രോബാക്സ് ആയിട്ട് വരുന്നത്. പക്ഷേ സെലക്ടറുള്ള ടൈപ്പ് ആകുമ്പോൾ നമുക്ക് വേണമെങ്കിൽ കൺവേർട്ട് ചെയ്ത് മാറ്റിയിടാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് നമുക്ക് സെലക്ട് ചെയ്തപ്പോൾ ഒരു ഫേസ് കട്ടായാലും ആ ഫേസിലേക്ക് നമുക്ക് സെലക്ടർ മാറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യങ്ങൾ നടക്കുന്നതിന് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. പക്ഷെ അല്ലാത്ത അവസ്ഥയിൽ TPN DB ഉപയോഗിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഡ്രോബാക്സ് ഓൾറെഡി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ചേഞ്ച് ഓവർ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എങ്ങനെയാണ് TPN DB കറക്റ്റ് ചെയ്യണമെന്ന് ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ നമുക്കൊരു വീഡിയോ ഇതിനെക്കുറിച്ച് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക, ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell of a view. I feel good, you look great, I like you, I can't wait. A first time, a first date. You're so fine, I'm so late. You sip wine, I drink straight. Don't waste time to my place.